ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഈദ് മുബാറക്ക് പറയാൻ കേട്ടോ. എല്ലാവർക്കും സുഖമല്ലേ, റാഹത്തല്ലേ? അപ്പോൾ ഞങ്ങൾ ഇന്നലെ പുതുപ്പറമ്പ് വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മുടെ കഥകളൊക്കെ പല രീതികളിലും കിടക്കുകയാണ്. ഒക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി എടുക്കണം. നോമ്പും പെരുന്നാളൊക്കെ ആയിരുന്നല്ലോ, ഇൻഷാ അല്ലാ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇന്നലെ ഏകദേശം ഒരു 4 മണിയോട് കൂടിയാണ് ഇവിടെ എത്തിയത്. പിന്നെ ഇൻഷാ അല്ലാ ഇനിയിപ്പോൾ 2 ദിവസം ലീവ് ഉണ്ടല്ലോ, തിങ്കളാഴ്ച സ്കൂളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞായറാഴ്ച നാളെ ഈവനിങ് പോകണം. അപ്പോൾ ഇന്ന് എവിടേക്കെങ്കിലും പോകാനൊക്കെ ഒരു പ്ലാനിങ് ഉണ്ട്. ഏത് ഭാഗത്തേക്ക് പോകണമെന്നൊരു ഉപ്പ പറയണ്ട, എവിടേക്കാണ് പോകേണ്ടതൊക്കെ ചോദിക്കുന്നുണ്ട്. പെരുന്നാളാകുമ്പോൾ എവിടേക്കെങ്കിലും ഒന്ന് പോകണമല്ലോ. അപ്പോൾ വയനാട് പോകണോ കോഴിക്കോട് പോകണോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എവിടെയെങ്കിലും അടുത്ത് പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ എന്തൊക്കെയുണ്ട് പെരുന്നാളായിട്ട് നിങ്ങളുടെയൊക്കെ വിശേഷം എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? എന്തായിരുന്നു ഫുഡൊക്കെ ഉണ്ടാക്കിയിരുന്നത്? ബിരിയാണിയാണോ നെയ്ച്ചോറോ അങ്ങനെ പല ഐറ്റംസിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ ഇവിടെയും ബിരിയാണി തന്നെ ആയിരുന്നു കേട്ടോ. ഇവിടെ ബിരിയാണി ആയിരുന്നു, ബീഫ് വരട്ടിയതൊക്കെ ആയിരുന്നു. അതുപോലെ അവിടെ ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. എന്തൊക്കെ തന്നെയാലും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്ന പെരുന്നാൾ ദിവസം എന്ന് വെച്ചാൽ വളരെ സന്തോഷമാണല്ലോ അല്ലേ? ഏതായാലും 2 ദിവസം ലീവും ഉണ്ടായതുകൊണ്ട് സുഖമായി. അപ്പോൾ ഉമ്മ ചായയും കടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കാരണം രാവിലെ എന്ന് വെച്ചാൽ എന്താ പറയുക, രാവിലെ പഴയ പോലെ അല്ലല്ലോ. ആദ്യമൊക്കെ നോമ്പിനാകുമ്പോൾ രാവിലെ ചായയും കടി ഉണ്ടാക്കേണ്ട പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷേ പെരുന്നാൾ ആയിക്കഴിഞ്ഞാൽ പിന്നെ രാവിലത്തെ ചായയും കടിൻ്റെ ഒരു പ്രോബ്ലം അത് ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ ഉമ്മ അതൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഇനി പോയി നോക്കട്ടെ. ഇനി ഉമ്മാനെ ചിലപ്പോൾ പെടുമെന്നുള്ള പേടി ഉണ്ടായതുകൊണ്ട് ഉമ്മ മാറാൻ ഉണ്ട്. എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാ. അപ്പോൾ അടുക്കളയിലേക്കൊന്ന് പോയി നോക്കട്ടെ. ഇപ്പോൾ അവിടെ കിടന്നിട്ടുണ്ട് കേട്ടോ. ഉമ്മ അവിടെ ഉണ്ട്. ഉമ്മനെ കുറച്ച് പെട്ടെന്ന് സംശയമുണ്ട്. ഉമ്മ എന്താ കടി ഉണ്ടാക്കണേ? ഉമ്മാൻ്റെ കിച്ചണ് കേട്ടോ. കിച്ചണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ കുറച്ച് രാവിലത്തെ പരിപാടികളൊക്കെ തുടങ്ങാനുള്ളൊരു പരിപാടിയാണ് ഇത്. ഇവിടെ ഇതുമ്പോൾ ദോശക്കുള്ളതല്ലേ, ദോശക്കുള്ള മാവ് ഇതവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ബീഫ് വരട്ടിയതൊക്കെ ഇല്ലേ, പിന്നെ ഇന്നലെ വെച്ച ബിരിയാണിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒഴിവാക്കാനും കഴുകാനൊക്കെ വേണ്ടി നിൽക്കണം, കണ്ടില്ലേ? അപ്പോൾ ഇതാണ് ഉമ്മയുടെ ചെറിയൊരു കിച്ചൺ കേട്ടോ. ഇവിടെ തന്നെ പാത്രം കഴുകി വെക്കണ ഒരു സ്റ്റാൻഡായിരുന്നു ഇത് പഴയത്. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ അങ്ങനെ കുപ്പികളൊക്കെ വെക്കാനാക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ്. പിന്നെയെന്ന് വെച്ചാൽ സ്റ്റോർ റൂം അവിടെ അപ്പുറത്ത് നിന്നിട്ടോ. പക്ഷേ സ്റ്റോർ റൂമിലെ എല്ലാ സാധനങ്ങളൊന്നും കുറേയൊക്കെ ഇവിടെ തന്നെ ഉൾക്കൊള്ളിച്ചേക്കാണ്. ഇതാണ് നമ്മുടെ ഒരു ചെറിയ കിച്ചൺ. പിന്നെ ഒരുപാട് ചക്കകൾ ഇട്ട് വെച്ചിട്ടുണ്ട് അവിടെ, കണ്ടില്ലേ? ചക്ക, കുറേ ചക്ക ഇപ്പം നിലട്ട് വെച്ചതാണ്. ഇത് നല്ല ഒന്നാന്തരം പഴുത്ത ചക്കയാണ്. അതുപോലെ തന്നെ ഇതാ കുറേ പച്ചച്ചക്കയുണ്ട്. പച്ചച്ചക്ക കൂട്ടാൻ വെക്കാനൊക്കെ ഇട്ടതായിരിക്കും. ഇതിങ്ങനെ ഇട്ട് വെച്ചാണ്. അപ്പോൾ പറഞ്ഞു കുരുമുളക് പറിക്കാൻ വേണ്ടി വന്നപ്പോഴേ പറിച്ച് വെച്ചാണ് പറഞ്ഞു. ചക്ക വേണമെങ്കിൽ ഇഞ്ഞുണ്ടിട്ട് ഇഷ്ടം പോലെ പുലാമലൊക്കെ ഉണ്ട് ചക്കയൊക്കെ. മഞ്ചേരിയിലൊന്നും ചക്ക ആയിട്ടില്ല കേട്ടോ. ഇവിടെ കായ് തുടങ്ങിക്കണേ. ഇവിടെയൊക്കെ ചക്ക ഇട്ട് പഴുത്തൊക്കെ തിന്നലൊക്കെ തുടങ്ങിക്കണേ. ഭക്ഷണം കിട്ടുമെന്ന് വിചാരിച്ച് കണ്ട പൂച്ചയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഭക്ഷണം കൊടുക്കണ പൂച്ചകളുണ്ടൊക്കെ. ഒരു പൂച്ചയുണ്ട്, ഒരു പൂച്ചക്കുട്ടിയുണ്ട്. അല്ലോ, ഒന്ന് മാത്രമല്ല കേട്ടോ, 2-3 ഞാൻ കണ്ടു. എന്തെങ്കിലും ഫുഡ് കൊടുക്കട്ടെ. മാഷാ അല്ലാ, 4 പൂച്ചക്കുട്ടികളുണ്ട്. കണ്ടില്ലേ? ഭയങ്കര കളിയാണ്. ഒക്കെ ഉപ്പാൻ്റെ പൂച്ചക്കുട്ടിയാണ്. ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അങ്ങനെ ജീവികളൊക്കെ വളർത്തുന്നത്. വീട്ടിലെപ്പോഴും കോഴിക്കളും പൂച്ചകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. നല്ല കിങ്ങിണി പൂച്ചക്കുട്ടികൾ അല്ലേ? ഈ കുട്ടികൾക്കൊക്കെ പാല് കൊടുത്തുകൊണ്ടേ കുഴങ്ങിയിട്ടുണ്ടാവും. 4 പൂച്ചക്കുഞ്ഞുങ്ങൾ വരിവരിയായി വന്ന് നോക്കുന്നുണ്ട് അല്ലേ? ഒരാളിത് ഭയങ്കര കളി. എന്നാൽ തൊട്ടപ്പുറത്ത് വേറെ 2-3 ആൾക്കാർ കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കോഴികൾ ഇവിടെ കാത്തു നിൽക്കണേ. ഇത് വലിയൊരു കൂടാണ് കേട്ടോ. അപ്പുറത്ത് ചെറിയ കൂടുണ്ട്. ഈ കോഴിക്കളെ വിടലുണ്ടോ അറിയില്ല. അതോ നാടൻ കോഴിക്കൾ തന്നെയാണ്. കുറച്ചൊക്കെ കോഴിക്കളുണ്ട് കേട്ടോ അതിൽ. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ്.
സമയം ഒരു 6-6:30 ഉണ്ട് ഇപ്പോൾ ആയത്. ഒരുപാട് മുട്ടകളൊക്കെ തരും കേട്ടോ മാഷാ അല്ലാ. ഇവിടെ നാടൻ മുട്ട എപ്പോഴും വരുമ്പോഴും കുറേ ഉണ്ടാവും, കാരണം ഇപ്പോൾ ഇവരൊക്കെ വളർത്തതാണ്. 4 കോഴികൾ 4-5 ഉണ്ട്, അല്ല 5 അല്ല 6 ഉണ്ട്. പൂവൻ കോഴി ഒന്നുള്ളൂ തോന്നുന്നുണ്ട്, ബാക്കി കുറേ പെടകളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീടിൻ്റെ ബാക്ക് ഭാഗം ഇട്ടത്. ഇവിടെ എന്തൊക്കെ ചെറിയ രീതിയിലുള്ള പണികളും കാര്യങ്ങളൊക്കെ നടന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനിയും കുറേ കാര്യങ്ങളൊക്കെ സെറ്റാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെ തന്നെ അൽഹംദുലില്ലാഹ് ഈ വർഷത്തെ പെരുന്നാളും കഴിഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത റമളാനിൽ ആരൊക്കെ എന്തൊക്കെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ വരിക. അപ്പോൾ നമ്മളെ ഇതാരാ ഷാമോൻ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഷാമോനുണ്ട്. ഷാമോൻ്റെ പേര് ഷമ്മാസാണ്. കുഞ്ഞോളെ കുട്ടിയുണ്ട് അനിയത്തിൻ്റെ. അതെന്താ മോനെ? ഇതെന്താ ഇതെന്താ പൂത്തിരി. പൂത്തിരിയാണല്ലേ. നമുക്ക് ഇഷ്ടപ്പെട്ട പൂത്തിരി. അപ്പോൾ ഓന് 4 വയസ്സാണ് കേട്ടോ. അവർക്ക് എത്ര വയസ്സായി? അവൻ്റെ സ്കൂള് പൂട്ടിക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ ഷമ്മാസിൻ്റെ കഥയും ഒക്കെ കാണാം. ഇപ്പോൾ ആകപ്പാടെ കഥകൾ അലങ്കോലമായി കിടക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.